സ്നേഹമുള്ളവരെയും എല്ലാവർക്കും ഇതാ നമ്മുടെ മതബോധന കളരിയിൽ 299 ദിവസമാണ്. നമ്മൾ 2635 എങ്കിലും 2634 ഇന്നലെ പറഞ്ഞ ചില കാര്യത്തിൽ 1-2 പോയിൻറ്റും കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞതിലും ഇന്ന് പറഞ്ഞത് തമ്മിൽ കണക്ഷനുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന അപ്പം ഇന്നലത്തെയും കൂടി ചേർത്ത് വായിക്കുകയാണ്. 2634 ഒന്നും കൂടി വായിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ്. അവിടെ നിന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൽ നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 വചനങ്ങൾ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് റോമർ 8:34. റോമർ 8:34 പറയുന്നത് ഈശോ ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പിന്നെ 1 യോഹന്നാൻ 2:1 പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു പാപം ചെയ്തു പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായി ഒരു മധ്യസ്ഥനുണ്ട്. അതാണ്. ഇനി 3-ാമത്തെ വചനം പറയുന്നത് 1 തിമോത്തി 2-ാം അധ്യായത്തിൽ 5-8 വചനമാണ്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പോൾ ഇതിനകത്ത് ഒരല്പം കൂടി നമ്മളതൊന്ന് ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ. ആരാണത്? മനുഷ്യനായ യേശു ക്രിസ്തു. മനുഷ്യനായ യേശു ക്രിസ്തു, അതാണ് മനുഷ്യനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഇപ്പോഴും മനുഷ്യനായിട്ട് തന്നെയാണോ നമ്മുടെ കൂടെ ഉള്ളത്? അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന രഹസ്യം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന രഹസ്യത്തിൽ നമ്മുടെ മധ്യസ്ഥം വഹിക്കുന്ന അഡ്വക്കേറ്റ്. നമ്മുടെ ഭാഗത്ത് വന്നേക്കുന്ന അഡ്വക്കേറ്റാണ്. നമ്മുടെ അഡ്വക്കേറ്റ്, പ്രതിഭാഗം അഡ്വക്കേറ്റല്ല, നമ്മുടെ അഡ്വക്കേറ്റ്. മനസ്സിലായ? നമുക്ക് അഡ്വക്കേറ്റായിട്ട് ഒരാൾ തന്നിരിക്കുകയാണ്, ഒരു മധ്യസ്ഥൻ, മനുഷ്യനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവമല്ലേ? പിന്നെന്താ ഇങ്ങനെ പറയണത്? അപ്പം ഇതാണ് നമ്മുടെ വിശ്വാസം. ദൈവമായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യനായി തീർന്നു. ഉണ്ടോ? നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യനായി തീർന്നു. ആ മനുഷ്യനായ യേശു ക്രിസ്തു മരിച്ചു. ആ മനുഷ്യനായ യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തു. ആ ഉയർത്ത യേശു ക്രിസ്തു മനുഷ്യനായിട്ട് തന്നെയാണ് ഉയർത്തത്. ഇത് മനസ്സിലാക്കാൻ സംശയം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റണം. യേശു ക്രിസ്തു ഉയർത്തു കഴിഞ്ഞപ്പോഴും മനുഷ്യനായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് തോമസേ, നീ ഇങ്ങ് വായോ, നിൻ്റെ ആ കൈവിരൽ എന്നെ ഒന്ന് തൊടൂ. കണ്ടോ, ഞാൻ മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിൻ്റെ കൈവിരൽ എന്നെ തൊടാൻ. അപ്പോൾ ഈ മാധ്യസ്ഥൻ എന്ന് പറയുന്നത് മനുഷ്യനായ യേശു ക്രിസ്തു. അങ്ങനെ ദൈവം മനുഷ്യനായി വന്നുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരാളായിട്ട് നിൽക്കുന്നു. അതാണ് മനുഷ്യനായ യേശു ക്രിസ്തു. അവനെല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. അതാണ്, വെറുതെ മധ്യസ്ഥം വഹിക്കുകയല്ല ചെയ്യണത്. അവൻ
തൻ്റെ ജീവൻ ഒരു മോചനദ്രവ്യമായി കടത്തി. നമ്മളുടെ മധ്യസ്ഥനായി നിൽക്കുന്ന ആള് ചുമ്മാ അങ്ങനെ നിൽക്കല്ല. തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മോചനമൂല്യമായി നൽകിക്കൊണ്ട് എനിക്കിവനെ വേണം, ഇവൻ എനിക്ക് വേണം. അതാണ് മോചനമൂല്യം. അതിനെന്തോരം വലിയ വിലയാണത്, എന്തോരു വലിയ ഒരു വാസ്തവമാണ്. മോചനമൂല്യമായി നൽകി അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ്, പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തന്നെ മോചനദ്രവ്യമായി നൽകിയ ഒരേക മധ്യസ്ഥൻ. വേറൊരാളും അങ്ങനെ നൽകിയിട്ടില്ല. മോശ നമുക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകിയോ? മോശ പറഞ്ഞു ആ കാലഘട്ടങ്ങളിൽ, നമ്മൾ അടുത്ത സെഷനിൽ മോശയെക്കുറിച്ച് കേൾക്കും. മോശ പറഞ്ഞു, പിതാവേ കർത്താവേ, ഈ ജനത്തിനോട് കരുണ കാണിക്കണേ, ഈ ജനത്തിനോട് ക്ഷമിക്കണേ. വേണമെങ്കിൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞോ, എന്നാലും ഇവരോട് കരുണ കാണിക്കണേ. പേര് വെട്ടുന്ന കാര്യമുള്ളൂ മോശ പറഞ്ഞോളൂ. എന്നാൽ ഈശോ എന്ത് ചെയ്തു? തൻ്റെ ജീവൻ മോചനദ്രവ്യമായി നൽകി. അതിനകത്ത് 3 വചനങ്ങളാണ്, അല്ലെങ്കിൽ 4 വചനങ്ങൾ. ഒന്ന് റോമർ 8:34, 1 യോഹന്നാൻ 2:1, 1 തിമോത്തി 2:5-8 വരെ. പിന്നെ അടുത്തത് 7:25 എബ്രായർ 7:25, പിന്നെ റോമർ 8:26 ആത്മാവ് തന്നെ മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ അടുത്തത് 8:26 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ഒന്നും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇനി നമുക്ക് തുടർന്ന് 2635 പോകാം. നമ്മുടെ പേജ് നമ്പർ 636 കാറ്റക്കിസത്തിൽ. നമ്പർ 2635. അബ്രാഹത്തിൻ്റെ കാലം മുതൽ മാധ്യസ്ഥം വഹിക്കുക, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ്. ഉണ്ടോ? അബ്രാഹമാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടകൻ. നമുക്കറിയാം, കർത്താവ് അബ്രാഹത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ സോദോം ഗോമോറ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം, അയ്യോ കർത്താവേ, മാധ്യസ്ഥം. നമ്മളതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്, ഇപ്പം തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ സഭയുടെ യുഗത്തിലാകട്ടെ, ഇതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നമ്മൾ പഴയ നിയമത്തിലെ ഒരുപാട് പ്രാർത്ഥനകളെ നമ്മൾ എടുക്കുന്നു, പക്ഷെ അതൊന്നും അതിലെല്ലാം യേശു ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് എടുക്കണം. ഏത് പ്രാർത്ഥനകൾ? നമ്മൾ ജെറിക്കോ പ്രെയർ, നെഹമിയ പ്രാർത്ഥന, ഡാനിയൽ ഫാസ്റ്റിംഗ്, ഇതെല്ലാം അന്ന് ഉണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ യേശു അബ്രാഹത്തിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു എന്ന ആ ഈശോയുടെ ശക്തിയിലൂടെയാണ് ഈ പ്രാർത്ഥനകളെല്ലാം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇനി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് വേണ്ടത്? കണ്ടോ, ഇതാണ് സഭയുടെ യുഗമാണ് ഇവിടെ. ആ പഴയ നിയമ കാലഘട്ടം കഴിഞ്ഞു, പുതിയ നിയമത്തിൽ യേശു വന്നു, യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടം കഴിഞ്ഞു.
യേശു ക്രിസ്തുവിലൂടെ സമാഗതമായ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ സഭയുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. സഭയുടെ കാലഘട്ടം, അതാണ് ആ വാക്ക് തന്നെ ശ്രദ്ധിക്കണം. സഭയുടെ യുഗത്തിലാണ് നമ്മളിപ്പോൾ. ഏത് യുഗത്തിലാണ്? സഭയുടെ യുഗത്തിലാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ യുഗത്തിലാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ യുഗത്തിൽ ക്രിസ്തീയ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ്. കണ്ടോ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതെല്ലാം ഇവിടെയും ബാധകമാണ്. ഇവിടെ നമ്മൾ വെറും ഒരു മാധ്യസ്ഥ പ്രാർത്ഥന അല്ല നടത്തുന്നത്, ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ്, പങ്കാളിത്തമാണ്, കൂട്ടുവേലയാണ്. വളരെ നല്ല ഒരു ഉദാഹരണം ഈശോ പറഞ്ഞു, ഞാൻ ഏകമധ്യസ്ഥനാണെന്ന് മനസ്സിലായല്ലോ. ഈശോ പറയാണ്, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങളെല്ലാം എൻ്റെ ശാഖകൾ. നമുക്കൊരുമിച്ച് ചെയ്യാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് പിതാവ്. അങ്ങനെ ഉള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയും നമ്മളുമായിട്ടുള്ള ഒരു പങ്കാളിത്തമാണ് പ്രാർത്ഥന. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തുടർന്ന് നമ്മൾ കേൾക്കുന്നത് പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ആവിഷ്കരണമാണത്. പുണ്യവാന്മാരുടെ ഐക്യം. അപ്പോൾ ഈശോയോടൊപ്പം പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണ് ആ പങ്കാളിത്തത്തിൽ? ആ പങ്കാളിത്തത്തിൽ ഇന്നിവിടെ ജീവിക്കുന്ന നമ്മൾ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞവർ പോലും ആ പ്രാർത്ഥനയിൽ പങ്കാളിത്തമാണ്. വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് കാനോനൈസ് ചെയ്ത, വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ നാമകരണം ചെയ്തപ്പെട്ട വിശുദ്ധരാണ്. എന്നാൽ ആ രീതിയിലല്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗീയമായ എല്ലാ ദാനങ്ങളും നിറഞ്ഞവരെല്ലാം വിശുദ്ധരാണ്. അപ്പോൾ അങ്ങനെ വലിയ ഒരു സമൂഹമുണ്ട്, വലിയൊരു സമൂഹം. അതാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ആവിഷ്കരണമാണത്. മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നില വരെ അതെത്തുന്നു. 115 ഫിലിപ്പിയർ 2:4, അപ്പോസ്തല പ്രവർത്തനം 7:60, ലൂക്ക 23:28, 34. ഇതെല്ലാം തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നില വരെ അതെത്തുന്നു. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നില വരെ എത്തിയിട്ട് ഫിലിപ്പിയർ 2:4, അപ്പോസ്തല പ്രവർത്തനം 7:60 സ്റ്റെഫാനോസിൻ്റെ പ്രാർത്ഥനയാണ്. ഉണ്ടോ? തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റെഫാനോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അവരോട് ക്ഷമിക്കണേ. ഫിലിപ്പിയർ 2:4. അതിനുശേഷം ഈശോ പ്രാർത്ഥിക്കുന്നു 23:28, 23:34, ലൂക്ക 23:28. അവരുടെ നേരെ തിരിഞ്ഞ് ഈശോ പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെപ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ഉണ്ടോ? ഈശോയുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് പറയുകയാണ്. ഇനി അതിൽ 38 പറയുകയാണ്, 23:34 യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ. ഉണ്ടോ? ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ രഹസ്യമാണ്. ഈശോ പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ വായിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. അപ്പോൾ കാറ്റക്കിസത്തിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ദൈവപുത്രനായ
യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മ. ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിന്മ അതാണ്. എന്നാൽ ഈശോ അവരോട് ക്ഷമിക്കുകയാണ്. ഫിലിപ്പി 2:4 ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. CCC കാറ്റഗിസത്തിൽ 312 312 തോന്നുന്നു. CCC 312 ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ധാർമ്മിക തിന്മയിൽ നിന്നും എന്താണത്? സർവ മനുഷ്യരുടെയും പാപങ്ങളുടെ ഫലമായി ദൈവത്തിൻ്റെ ഏകജാതനെ തിരസ്കരിച്ചതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും. അതാണ് ഏറ്റവും വലിയ ധാർമ്മിക തിന്മ. ദൈവം അവിടുത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. ആ തിന്മ ദൈവം അവിടുത്തെ അതിസമൃദ്ധമായ കൃപാവരത്താൽ ഏറ്റവും മഹത്തായ നന്മ പുറപ്പെടുവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും. അപ്പോൾ അതെല്ലാം ഏകമധ്യസ്ഥനായ യേശുവിൻ്റെ ബലിയാണ് പ്രാർത്ഥന. നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അർപ്പിച്ച ആ ബലി തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് അടുത്ത് തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. 2571 2577 അത് വീണ്ടും അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനയും മോശയുടെ പ്രാർത്ഥനയുമാണ്. 2571 77 71 പറയുന്നത്, പൂർവ പിതാവ് ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ സന്നിധിയിൽ നടക്കുകയും അവിടുന്നുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തതിനാൽ, അതാണ് അദ്ദേഹം ഒരു നിഗൂഢ അതിഥിയെ തൻ്റെ കൂടാരത്തിൽ സ്വാഗതം ചെയ്യാൻ സന്നദ്ധരാകുന്നു. അബ്രാഹം ആ മാമറയുടെ തണലിൽ, വൃക്ഷത്തിൻ്റെ തണലിൽ 3 ദൂതന്മാരെ സ്വാഗതം ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. മാമറയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച സ്തുത്യർഹമായ ആതിഥ്യം യഥാർത്ഥ വാഗ്ദാന പുത്രൻ്റെ ആഗമനത്തെ പറ്റിയുള്ള പ്രഖ്യാപനത്തെ നേളിപ്പിക്കുന്നു. അതിനുശേഷം ദൈവം തൻ്റെ പദ്ധതി വെളിവാക്കി കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിൻ്റെ ഹൃദയം കർത്താവിന് മനുഷ്യരോടുള്ള കാരുണ്യത്തിന് ഗുണമായി ഭവിക്കുന്നു. അവർക്ക് വേണ്ടി ധീരമായ ആത്മവിശ്വാസത്തോടെ മാധ്യസ്ഥം വഹിക്കാൻ അദ്ദേഹം ധൈര്യപ്പെടുന്നു. അതാണ് അബ്രാഹത്തിലൂടെയാണ് മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഉദ്ഘാടനം വന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2577 2577 വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായുള്ള ഈ ഗാഢബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മാധ്യസ്ഥ ദൗത്യത്തിനു വേണ്ടി ശക്തിയും സ്ഥൈര്യവും സമാഹരിച്ചത്. 34:6 പുറപ്പാട് 34:6 പുറപ്പാട് 33 വളരെ പ്രസിദ്ധമായ പ്രഖ്യാപനം, നീ ചോദിക്കുന്ന ഇത് ഞാൻ നടത്തും, കാരണം നീ എനിക്ക് പ്രിയങ്കരനാണ്. യു ആർ എൻ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയണത്. യു ആർ ആൻ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ടു മീ. അതുകൊണ്ട് നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തരും. അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അത് ഇന്ന് ആ മോശ അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ അതിനേക്കാൾ എന്തോരം ശ്രേഷ്ഠമായിട്ടാണ് ഇന്ന് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മോശയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ അല്പം മനസ്സിലാക്കുന്നത്. വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായുള്ള ഈ ഗാഢബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മാധ്യസ്ഥ ദൗത്യത്തിന് വേണ്ടി ശക്തിയും സ്ഥൈര്യവും സമാഹരിച്ചത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല,
പിന്നെയോ ദൈവം തൻ്റെ സ്വന്തമാക്കി തീർത്ത ജനത്തിന് വേണ്ടിയത്രേ. അമലേക്യരുമായുള്ള യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയും മിര്യാവിന് രോഗശാന്തി ലഭിക്കാനും മോശ പ്രാർത്ഥിക്കുന്നു. എന്നാൽ മുഖ്യമായും അവരുടെ വിശ്വാസ നിരാസത്തിന് ശേഷമാണ് മോശ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് മറയായി നിന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ എന്തെന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഒരുതരം നിഗൂഢാത്മക പോരാട്ടമാണ്. പിൽക്കാലത്ത് യഹൂദ ജനതയുടെ ഇടയിലും സഭാ സമൂഹത്തിലും മഹാന്മാരായ മധ്യസ്ഥരുടെ ധൈര്യത്തിന് പ്രചോദനം നൽകും. ദൈവം സ്നേഹമാകുന്നു, നീതിമാനും വിശ്വസ്തനുമാകുന്നു, അവിടത്തേക്ക് സ്വയം നിഷേധിക്കാനാവില്ല. തൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ അവിടെ നിന്ന് അനുസ്മരിക്കും. അത് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രശ്നമാണ്. തൻ്റെ നാമം പേർന്ന ജനതയെ പരിത്യജിക്കുക അവിടത്തേക്ക് സാധ്യമല്ല. അതാണ് മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത. നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങുകയാണ്. 2636 ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. 116 അപ്പോസ്തല പ്രവർത്തനം 12:5, 20:36, 21:5, 2 കൊരിന്ത്യർ 9:14 ഇതെല്ലാം ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ശൈലിയാണ്. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ അവരെയും പങ്കാളികളാക്കി. 117 എഫെസോസ് 6:18-20 ഉണ്ടോ? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ ധൈര്യപൂർവ്വം സുവിശേഷം പ്രഘോഷിക്കുന്നതിനായിട്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. പങ്കാളികളാക്കി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. ക്രൈസ്തവരുടെ മാധ്യസ്ഥത്തിന് അതിരുകളില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് കേട്ടോ. ക്രൈസ്തവരുടെ മാധ്യസ്ഥത്തിന് അതിരുകളില്ല. അതാണ്, അതിരുകളില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഉന്നതസ്ഥാനീയരായ എല്ലാവർക്കും വേണ്ടി, പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു. 119 1 തിമോത്തി 2:1, റോമർ 12:14, റോമർ 10:1, 1 തിമോത്തി 2:1 അതാണ്. അധികാരികൾക്ക് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊന്ന് എളിമപ്പെടുകയാണ്, നമ്മളൊന്ന് ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരും എല്ലാ മേഖലകളിലും. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രധാന പോയിൻ്റ് അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. അതാണ് ഇവിടെ പറയുന്നത്. ക്രൈസ്തവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അതിരുകളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ. ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഉന്നത സ്ഥാനീയർക്ക്, പ്രധാനമന്ത്രിമാർക്ക്, പ്രസിഡന്റുമാർക്ക്, രാജാക്കന്മാർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ലോകത്തിൽ വലിയ ചലനമുണ്ടാകുന്ന പുതിയ പദ്ധതികൾക്ക് രൂപം വരുന്നത്. പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു. 1900 1937 1937 അനുസരിക്കുവാനുള്ള ചുമതല എല്ലാവരെയും അധികാരത്തിന് അർഹമായ ആദരവ് നൽകാൻ കടപ്പെടുത്തുന്നു. അതുപോലെ അധികാര നിർവഹണം നടത്തുന്നവരെ ബഹുമാനത്തോടും അവർ അർഹിക്കും വിധത്തിൽ കൃതജ്ഞതയോടും സന്മനസ്സോടും കൂടി പരിഗണിക്കണം. അതാണ് 1900. ഇനി 1937 പറയുന്നത്, നരകത്തിൽ പോകാൻ
ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയലും മാരക പാപവും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. അതാണ് സുവിശേഷം നിരസിക്കുകയും യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന ഈ രക്ഷയെ നിരസിക്കുകയും ചെയ്യുന്നവർ നരകത്തിൽ പോകും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആരും നരകത്തിൽ പോകരുതെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതാണ് ഫാത്തിമ പ്രെയർ എല്ലാം. എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഇവിടെ വിശുദ്ധ കുർബാനയിൽ സഭ പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥന, വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് അവരവരുടെ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, സഭ എന്നും പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ എന്നും എന്താ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ മാനസാന്തരം തിരസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇത് കുർബാനയിൽ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് കേട്ടിരിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ അത് പ്രാർത്ഥനയാണ്. നമ്മൾ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്, സഭ മുഴുവൻ്റെയും പ്രാർത്ഥനയാണ്, കൗദാശികമായ പ്രാർത്ഥനയാണ്, ഈശോയുടെ പ്രാർത്ഥനയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. വിശുദ്ധ കുർബാന, അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അത് അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. സഭയുടെ യുഗമാണ് നമ്മുടേത് എന്ന് പറഞ്ഞാൽ സഭ യേശുവിൻ്റെ ശരീരമാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് 500,000 വൈദികർ ഓരോ ബലിപീഠത്തിൽ നിന്നും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അപ്പോൾ അവർ മാത്രമല്ല, ദൈവജനം മുഴുവനും ബലി അർപ്പിച്ചിട്ട ബലിയാണ്. ഈശോയോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. എന്തിനെക്കുറിച്ചാണ്? നമ്മൾ വറീഡാണ്, നമ്മൾ ഭയത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകോ നരകത്തിൽ പോകോ? കുറേ പേര് നരകത്തിൽ പോയാലേ സമാധാനമുള്ളൂ എന്ന മാതിരിയാണ് ജീവിക്കണത്, പ്രാർത്ഥിക്കണത്. ബ്രദർ അങ്ങനെ പറയല്ലേ, അങ്ങനെ ഉറപ്പ് കൊടുത്താൽ എങ്ങനെ ശരിയാവണമെന്നാണ് ചോദിക്കണേ. പിതാവേ, അങ്ങയുടെ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുറ്റും കാണുന്ന പള്ളി മാത്രമല്ല, സഭ സകല വിശുദ്ധന്മാരും. നമ്മൾ വിശുദ്ധന്മാർക്കൊക്കെ നൊവേനയെല്ലുണ്ട്. എന്തിനാ? വിസ കിട്ടാനും, ജോലി കിട്ടാനും, കാറ് കിട്ടാനും, സ്ഥലം മേടിക്കാനും. എന്നാൽ വിശുദ്ധന്മാർക്ക് നൊവേന ചെല്ലേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം മുഴുവനും നമുക്ക് കാറ് മേടിക്കാനും നമുക്ക് ജോലി കിട്ടാനും ഒന്നും അല്ല അവർ പ്രാർത്ഥിക്കണം. അതൊക്കെ താനെ കിട്ടിക്കോളും. നമ്മൾ പിന്നെ നൊവേന നടത്തുമ്പോൾ അത് കിട്ടണം. പക്ഷെ അവരുടെ പ്രാർത്ഥന നമുക്ക് ജോലി കിട്ടാനും നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയൊന്നുമല്ല. അവരവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണത് മുഴുവനും ആത്മാക്കളെ 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 നിങ്ങൾ വരുവീൻ, ഞങ്ങളും നിങ്ങളെപ്പോലെ പാപികളായിരുന്നു, ഞങ്ങളും ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ദൈവത്തെ തിരസ്കരിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
വരുവിൻ. ആ കോടാനുകോടി വിശുദ്ധരോടൊപ്പം സഭയുടെ 500,000 ബലിപീഠത്തിൽ നിന്ന് 500,000 വൈദികർ, 500,000 പ്രീസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതോടൊപ്പം വേറെ എന്തോരം സന്യസ്തർ, കന്യാസ്ത്രീമാർ, ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന വിശുദ്ധരായ എന്തോരം വ്യക്തികൾ, എന്തോരം അമ്മാമ്മമാർ, എന്തോരം കൊന്ത. ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ. എന്താ വിചാരിച്ചേക്കണേ ഈ പ്രാർത്ഥന? മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ വലിയ ശക്തിയെ നമ്മളിപ്പോൾ കേട്ടു. ഒരു ക്രിസ്ത്യാനിയുടെ, ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് മുഴുവനും കുറേ പേര് നരകത്തിൽ പോകാൻ വേണ്ടിയാണോ? നമ്മുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. കർത്താവ് ഈശോ മിശിഹ പരാജയപ്പെട്ടുവോ? അപ്പോൾ എന്ന് വിചാരിച്ച് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത് വിധത്തിലാണ്? നമ്മൾ എന്തുദ്ദേശത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവനും ഈ 500,000 വിശുദ്ധ ബലിപീഠവും അതോടൊപ്പം സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. കണ്ടോ, നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സഭ മുഴുവനും പ്രാർത്ഥിക്കുന്നു. നമ്മളിത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഇതാണ്. ഏറ്റവും പ്രധാന ലക്ഷ്യം നിത്യശിക്ഷയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന സഹായിക്കും. വിയാനി പുണ്യവാളൻ്റെ ഒരു പ്രധാന സാക്ഷ്യമാണിത്. ഞാൻ ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്ത്രീ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് മാറണേ, അയാൾ ഒരിക്കലെങ്കിലും ഒന്ന് കുമ്പസാരിച്ച് അയാൾക്ക് ഒരു നല്ല ഭരണം കിട്ടണമെന്നൊക്കെ ഉദ്ദേശിച്ചു. വലിയ മദ്യപാനിയാണ്. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചു. ഇവൾക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ ഇവള് വിയാനി പുണ്യാളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. പുണ്യവാളൻ ഇവളോട് പറഞ്ഞു, ഇവള് കാര്യം പറയണേക്ക് മുമ്പ് എന്നെ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിൻ്റെ ഭർത്താവ് സ്വർഗത്തിലാണ്. എൻ്റെ ഭർത്താവ് സ്വർഗത്തിലോ? അയാൾ ആത്മഹത്യ ചെയ്താ മരിച്ചത്. അതെ, അയാളെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി ഇല്ലേ? ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിലെത്തുന്ന ആ നിമിഷത്തിൽ അയാൾ കർത്താവേ കരുണയായിരിക്കണേ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ടു. ഇതാണ് പാലത്തിൻ്റെ മുകളിൽ നിന്നും ചാടി വിട്ടു. വെള്ളത്തിലെത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ള ആ സെക്കൻഡുകളിൽ അയാളുടെ ഹൃദയം ദൈവത്തെ വിളിച്ചു. എന്നിട്ട് ഈ അമ്മച്ചിക്ക് വിശ്വാസമാണില്ല. അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, നീയേ മാതാവിന് പൂ കൊണ്ടുവന്നില്ലേ ഒരു ദിവസം? ആ പൂ പറിച്ചത് ആരാ? ആ പൂ പറിച്ചത് ഭർത്താവാണ്. അതാണ് മാതാവ് അത് കണ്ടിരിക്കണം. ഇത് കണ്ടോ, ഇത് വിയാനി പുണ്യാളൻ അങ്ങോട്ട് പറയാണേ, നിന്റെ ഭർത്താവ് മരത്തിന്മ കയറിയല്ലേ പൂ പറിച്ച് തന്നത്, അത് മാതാവ് അനുഗ്രഹമാക്കിയിരിക്കണം. അപ്പോൾ നമ്മളുടെ വിചാരം, നമ്മൾക്കൊരു ആത്മവിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. യേശു മിശിഹ തൻ്റെ ജീവൻ മോചനദ്രവ്യമായി നൽകിയത്
ലോകം മുഴുവനുമുള്ള സകല ആത്മാക്കളെയും നേടാൻ വേണ്ടിയാണ്. ഇത് വിശ്വസിക്കൂ. ഇത് വിശ്വസിച്ചുകൊണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഈ ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ടും ആരെങ്കിലും ആ രക്ഷയെ തിരസ്കരിക്കുകയാണെങ്കിൽ അവർ നരകത്തിൽ പോകുന്നു തന്നെ നമ്മൾ വിശ്വസിച്ചോളൂ. ഇത്രയും വലിയ രക്ഷയെ തിരസ്കരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ പോട്ടെ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത് ബോധ്യത്തിലാണ്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരും രക്ഷിക്കപ്പെടണം, ആരും നരകത്തിൽ പോകരുത് എന്ന ബോധ്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റുകൾ: ഒന്ന്, യേശു മിശിഹ ഭൂലോകപാപം നീക്കുന്ന ദൈവം തമ്പുരാൻ ഭൂലോകപാപത്തിന് പരിഹാരം ചെയ്തു. ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ എമ്പുരാട്ടിക്കുട്ടിയായ ഈശോ തമ്പുരാനെ വിശ്വസിക്കുന്നുവോ? ഈശോ അർപ്പിച്ച ബലിയുടെ ബലിയാണ് 500,000 ബലിപീഠത്തിൽ നിന്ന് അർപ്പിക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടി അർപ്പിക്കണത്? നമുക്ക് ഭൗതികമായ സമ്പത്ത് കിട്ടാൻ വേണ്ടിയാണോ ഈ ബലിയർപ്പണം? ഈ ബലിയർപ്പണം മുഴുവനും മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും അവരുടെ സ്വർഗഭാഗ്യത്തിന് വേണ്ടിയുമല്ലേ? എന്നാലോചിച്ച് നോക്ക്. എന്തിനാണ് ഈ ബലിയർപ്പിക്കണേ? സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ബലിയർപ്പിക്കണേ. നമുക്കൊരു നിമിഷം ഇതേ ആഗ്രഹത്തോടെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ് എല്ലാവരും രക്ഷിക്കപ്പെടണം.